കൊമേഴ്സ് റിലേറ്റഡ് വീഡിയോസ് ആദ്യം കാണുവാനായി വിദ്യാവാഹിനി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എല്ലാവർക്കും വിദ്യാവാഹിനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ 4 പാർട്ടാണുള്ളത്. പാർട്ട് 1 എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പാർട്ട് 2 അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. പാർട്ട് 3 പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്. പാർട്ട് 4 കണ്ടൻസ്, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലോട്ട് പോവാം. പാർട്ട്ണർഷിപ്പ് എന്താണ് പാർട്ട്ണർഷിപ്പ്? അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 അനുസരിച്ച് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. അത് രണ്ടോ അതിലധികം പേരോ തമ്മിൽ എടുക്കുന്ന ഒരു വോളണ്ടറി, അതായത് അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. അതിൽ അവർ പറയുന്നത് അവരുടെ റീസോഴ്സസ്, അതായത് അവരുടെ കയ്യിലുള്ള പണമാണെങ്കിൽ പണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ലോഫുൾ ആയിട്ടുള്ള ബിസിനസ്, അതായത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ചെയ്തു കൊള്ളാമെന്നും അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അവർ തന്നെ വഹിച്ചു കൊള്ളാം എന്നുമാണ് എഗ്രി ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു ബിസിനസ്സിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ മെയിൻ എയിം, അതായത് എല്ലാ ബിസിനസ്സിൻ്റെയും എയിം പോലെ പാർട്ട്ണർഷിപ്പിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ആരും നഷ്ടം ഉണ്ടാകാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങത്തില്ല. അപ്പോൾ പ്രോഫിറ്റ് ഏർണിംഗ് തന്നെയാണ് അവരുടെ മെയിൻ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തി അറിയപ്പെടുന്നത് ഒരു പാർട്ട്ണർ എന്നാണ്. ഈ പാർട്ട്നേഴ്സിനെ എല്ലാം കൂടി കളക്റ്റീവ്ലി, അതായത് എല്ലാ പാർട്ട്നേഴ്സിനെയും കൂടി അറിയപ്പെടുന്നത് ഒരു ഫേം എന്നാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ്. അത് രണ്ടോ അതിലധികം പേരോ തമ്മിലെടുക്കുന്ന ഒരു വോളണ്ടറി ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. അതിൽ അവർ എഗ്രി ചെയ്യുന്നത് അവരുടെ റീസോഴ്സസ് എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ലോഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തു കൊള്ളാമെന്നും അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അവർ തന്നെ വഹിച്ചു കൊള്ളാമെന്നും ആണ്. അതായത് നേരത്തെ തന്നെ എഗ്രി ചെയ്ത ഒരു പ്രപ്പോർഷനിൽ അവർ തന്നെ ഷെയർ ചെയ്തോളാം എന്നുമാണ് എഗ്രി ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ മെയിൻ എയിം എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ആണ് മെയിൻ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തി അറിയപ്പെടുന്നത് പാർട്ട്ണർ എന്നാണ്. എല്ലാ പാർട്ട്നേഴ്സിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേര് കളക്റ്റീവ്ലി അറിയപ്പെടുന്നത് ഫേം എന്നാണ്. പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് പേഴ്സൺസ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് എന്ന് പറയുന്നത് 2 പേരാണ്. 2 പേരെങ്കിലും ഇല്ലാണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് നോൺ ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ 20 പേരും, ബാങ്കിങ് അല്ലെങ്കിൽ ട്രേഡിംഗ് സെക്ടർ ആണെങ്കിൽ 10 പേരുമാണ്. മിനിമം നമ്പർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ചും മാക്സിമം നമ്പർ കമ്പനീസ് ആക്ട് 1956 അനുസരിച്ചുമാണ്. പിന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് 2 രീതിയിലാണുള്ളത്, റിട്ടൺ ആയിട്ടും ഓവറലായിട്ടും. പിന്നെ ബിസിനസ്സിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പിന്നെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് നേരത്തെ തന്നെ എഗ്രി ചെയ്ത ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. പിന്നെ മ്യൂച്വൽ ഏജൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് ഓരോ പാർട്ട്ണറും ഒരു ഏജൻറ്റുമാണ്, ഒരു പ്രിൻസിപ്പൽ ആണ്. അതായത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും മിസ്റ്റേക്സിന് ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും റെസ്പോൺസിബിൾ ആയിരിക്കും. പിന്നെ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ ലീഗലി ബൗണ്ടാണ്. എന്തിന്? ഫെയ്ത്ത്ഫുൾ ആകാനും ഓണസ്റ്റ് ആകാനും. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റി. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഉള്ളത്. പിന്നെ നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് പാർട്ട്ണർഷിപ്പ് ഫേം തമ്മിൽ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഒന്നുമില്ല. പിന്നെ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പാർട്ട്ണറിന്
ഒരു ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ഷെയർസ് അല്ലെങ്കിൽ ഓണർഷിപ്പ് വിൽക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ബാക്കിയുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ്. Partnership deed. Partnership is formed out of an agreement between the partners. The agreement may be oral or in writing. When the agreement is in writing, it is called partnership deed. അതായത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിൻ്റെ ഒരു റിസൾട്ടാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എഗ്രിമെൻ്റ് രണ്ട് രീതിയിലായിരിക്കും, ഓറലായിട്ടും റിട്ടൺ ആയിട്ടും. എഗ്രിമെൻ്റ് റിട്ടൺ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പും ഉണ്ടാവും. പിന്നെ ഈ പാർട്ട്ണർഷിപ്പിനെ ഗവേൺ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ടാവും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഗവേൺ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് ഉണ്ടാവും. കണ്ടൻസ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് കണ്ടൻസ് എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ നെയിം ഓഫ് ദ ഫേം, അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരുണ്ടാവും. നെയിംസ് ആൻഡ് അഡ്രസ്സസ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്, അതായത് ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ അകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെ പേരുകളും അവരുടെ അഡ്രസ്സും ഉണ്ടാവും. നേച്ചർ ഓഫ് ബിസിനസ്, ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് എന്നുള്ളതുണ്ടാവും. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്, അതായത് പാർട്ട്ണർഷിപ്പ് നടന്ന ഡേറ്റ് ഉണ്ടാവും. പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് ആ സ്ഥലത്തിൻ്റെ പേരുണ്ടാവും. പിന്നെ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, എത്ര നാളത്തേക്കാണ് എന്നുള്ളതുണ്ടാവും. പിന്നെ ക്യാപിറ്റൽ, അതായത് ഓരോ പാർട്ട്ണറും ഈ പാർട്ട്ണർഷിപ്പിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ എത്രയാണെന്നുള്ളതുണ്ടാവും. പിന്നെ എമൗണ്ട് ടു ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്ണർ, ഓരോ പാർട്ട്ണറിനും എത്ര രൂപ വെച്ച് വിഡ്രോ ചെയ്യാം എന്നുള്ളതും പാർട്ട്ണർഷിപ്പ് ഡീലിൻ്റെ അകത്തുണ്ടാവും. പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ പേയബിൾസ്, അതായത് ഏതെങ്കിലും പാർട്ട്ണറിന് സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പേയബിൾസ് കൊടുക്കാനുണ്ടെങ്കിൽ അതും പാർട്ട്ണർഷിപ്പ് ഡീലിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്, അതായത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡ്രോയിങ്സിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബൈ പാർട്ട്നേഴ്സ്, അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് പാർട്ട്നേഴ്സ് എടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത്. പിന്നെ അലോക്കേഷൻ ഓഫ് വർക്ക് അമംഗ് പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്ണറിനും നിശ്ചയിച്ചിരിക്കുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽസും പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്തുണ്ടാവും. പിന്നെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, അതായത് ഓരോ പാർട്ട്ണറിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ലയബിലിറ്റീസും പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രൊവിഷൻസ് റിഗാർഡിംഗ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്നേഴ്സ്, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, അതായത് ഒരു പുതിയൊരു പാർട്ട്ണറിനെ ഫേമിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാനും ഒരു പാർട്ട്ണറിൻ്റെ റിട്ടയർമെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊവിഷൻസും പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും.